വായനാശീലം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഒന്ന് എവിടെയൊക്കെ ഇദ്ദേഹത്തിന് ബുക്കുകൾ കാണുന്നുണ്ടോ ഇഷ്ടപ്പെട്ട ബുക്കുകൾ കിട്ടുന്ന സമയത്ത് വാങ്ങി വയ്ക്കുക ഒന്ന്. കാരണം വായനാശീലം ഇല്ലാത്തവർ എപ്പോഴാണോ ഇവർക്ക് വായിക്കാൻ മൂഡ് വരിക എന്ന് പറയാൻ പറ്റില്ല. ആ വായിക്കാൻ മൂഡ് വരുന്ന സമയത്ത് വായിക്കാൻ ബുക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലായ്പ്പോഴും യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ബെഡ്റൂമിലൊക്കെ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ബുക്ക് എന്ത് ചെയ്യുക അയാൾ കൊണ്ടു നടക്കണം. അപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു ബുക്ക് നമ്മൾ കരുതുന്നത് നല്ലതാണ്. നമുക്ക് വായിക്കാൻ താല്പര്യമുള്ള ബുക്ക്. ഒരു ബുക്ക് വായിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. ബുക്ക് വായിക്കുക എന്ന് പറയുമ്പം ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റ് കവർ ചട്ട മുതൽ ഇവിടം വരെ വായിക്കലാണ് എന്നുള്ളതാണ് പലരുടെയും ധാരണ. അതല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് മുതൽ ചാപ്റ്ററിൻ്റെ അവസാന ലൈനിൽ വരെ വായിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ബുക്ക് വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും നല്ല മെത്തേഡ് അതാണെന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ബുക്കിൻ്റെ ഈ ഒരു 3ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുക. നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വലിയ താല്പര്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറച്ചു നോക്കുക. ബുക്ക് മറച്ചു നോക്കുന്ന സമയത്ത് ഓക്കെ ഈ പോയിൻ്റ് കൊള്ളാലോ, അവിടെ നിന്ന് വായിച്ചു തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടുത്ത് അവസാനിപ്പിക്കാം. ഈ ഒരു ബുക്കിൽ ഒരു ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള എല്ലാ അറിവും നിങ്ങളുടെ മൈൻഡിലൂടെ കടത്തി വിടണമെന്ന് യാരും ഇതുവരെ ഒരു നിയമവും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി ഈ ബുക്കിൽ എഴുതിയിട്ടുള്ള പല ചാപ്റ്ററുകളിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങളെന്തിനത് വായിക്കാൻ പോകണം? ജസ്റ്റ് എന്ത് ചെയ്യുക, ഓടിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിലുകൾ കാണുന്നത്, നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ നോക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ എവിടെയാണുള്ളത് അത് മാത്രം വായിക്കുക. അവനവന് താല്പര്യമുള്ള വിഷയങ്ങളിൽ പുസ്തകങ്ങളെടുത്ത് താല്പര്യമുള്ള വിഷയങ്ങൾ എവിടെയാണോ പറയുന്ന പുസ്തകത്തിൽ ആ ഭാഗങ്ങളെടുത്ത് വായിക്കുക. ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള രീതിയിലൂടെ നിരന്തരം നമുക്ക് എന്ത് ചെയ്യുക, വായനയോടൊരു ഇഷ്ടമുണ്ടാക്കിയെടുക്കുക, താല്പര്യമുണ്ടാക്കിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിലവിലുള്ള വായനാശീലത്തെ പറ്റിയുള്ള ധാരണകളെല്ലാം പൊളിച്ച് കളഞ്ഞ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വായിക്കുക. അത് ഇഷ്ടമുള്ള സമയത്ത് വായിക്കുക. അതിനനുസരിച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോടൊരു അടുപ്പം വരികയും ഒരു ഇഷ്ടം വരികയും ആ ഇഷ്ടത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ ലെവൽക്ക് വായിക്കാനും മുന്നോട്ട് പോകാനുള്ളൊരു ശീലം നമ്മൾ ഡെവലപ്പായി വരും. ഈ രൂപത്തിലൂടെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്.